നമസ്കാരം. പ്രധാന വാർത്തകൾ. തിങ്കളാഴ്ച ഉച്ചയോടെ വീശിയടിച്ച കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. നിരവധി സ്ഥലത്ത് മരങ്ങൾ കടപുഴകി വീണു. ഷൊർണൂരിൽ വ്യവസായ സ്ഥാപനത്തിന്റെ മേൽക്കൂര നിലംപൊത്തി. തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു. പട്ടാമ്പി തിരുമറ്റക്കോട് BJP പ്രവർത്തകനെ മരവടി കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ 2 SDPI പ്രവർത്തകർക്ക് 5 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ച് ഒറ്റപ്പാലം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി. ദേശമംഗലം സ്വദേശി കുഞ്ഞു മുഹമ്മദ്, വാഴാലിപ്പാടം സ്വദേശി യൂസഫ് എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചത്. മണ്ണാർക്കാട് തത്തേങ്ങലത്ത് കണ്ടതെല്ലാം മോഷ്ടിച്ച് കള്ളന്മാർ. റബ്ബറിന്റെ പാൽ മുതൽ വീടിന്റെ ഗേറ്റ് വരെ മോഷണം പോയതായി നാട്ടുകാർ. ആളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ചാണ് മോഷണം. ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന മന്ത്രി ആർ ബിന്ദു. ഇവർക്കായി സ്വയം സഹായ സംഘങ്ങൾ ആരംഭിക്കുമെന്നും മന്ത്രി. AYF ജില്ലാ നേതാവ് ഷാഹിന മണ്ണാർക്കാടിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. ആര്യപ്പറമ്പിൽ ഷോക്കേറ്റ് മരിച്ച പിതാവിൻ്റെയും മകൻ്റെയും മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഖബറടക്കി. ഷൊർണൂർ മണ്ഡലത്തിൽ റോഡരികിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മുഴുവൻ മരങ്ങളും മുറിച്ചു മാറ്റാൻ നിർദ്ദേശം നൽകി പി മമ്മിക്കുട്ടി MLA. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ അവലോകന യോഗം ചേർന്നു. വിശദമായ വാർത്തകൾ. തിങ്കളാഴ്ച ഉച്ചയോടെ വീശിയടിച്ച കാറ്റിലും ശക്തമായ മഴയിലും വ്യാപക നാശനഷ്ടം. കാറ്റിൽ കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയിൽ ഭീമനാട് സ്കൂൾ പടിയിലും അലനല്ലൂർ മുളപ്പേട്ടയിലും മരം കടപുഴകി വീണു. 2ഇടങ്ങളിലെയും മരങ്ങൾ റോഡിലേക്കാണ് വീണത്. വാഹനങ്ങളും ആളുകളും ഈ സമയം ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. എന്നാൽ നിരവധി വൈദ്യുതി കാലുകൾ തകർന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 ഉണ്ടായ ശക്തമായ കാറ്റിലാണ് ഭീമനാട് സ്കൂൾ പടിയിലും അലനല്ലൂർ മുളപ്പേട്ടയിലും മരങ്ങൾ സംസ്ഥാന പാതയിലേക്ക് വീണത്. ഈ സമയം പാതയിൽ വാഹനങ്ങളും ആളുകളും ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. ഭീമനാട് വീണ മരം അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് മുറിച്ചു നീക്കി. മുളപ്പേട്ടയിലെ മരം സമീപത്തുണ്ടായിരുന്ന മരംമുറി തൊഴിലാളികളും മുറിച്ചു മാറ്റി. ഇരുഭാഗങ്ങളിലെയും നിരവധി വൈദ്യുതി കാലുകൾ തകർന്നു. ഏകദേശം 1.5 മണിക്കൂറോളം പാതയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പ്രദേശത്ത് ഏകദേശം 10 മിനിറ്റോളം ശക്തമായ കാറ്റാണ് വീശിയത്. ശക്തമായ കാറ്റിൽ ഭീമനാട് ഗവൺമെന്റ് UP സ്കൂൾ കെട്ടിടത്തിന്റെ വശത്തേക്ക് മരം കടപുഴകി വീണു. സ്കൂൾ മതിലുള്ളതിനാൽ മേൽക്കൂരയിലേക്ക് പതിച്ചില്ല. ഈ സമയം വിദ്യാർത്ഥികൾ ഉച്ചഭക്ഷണത്തിനായി ക്ലാസ്സിൽ നിന്നും പോയിരുന്നു. സ്കൂൾ പരിസരത്ത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗവും PTA പ്രസിഡന്റുമായ N അബൂബക്കർ പറഞ്ഞു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 ശക്തമായ കാറ്റിലാണ് ഭീമനാട് പെരുമ്പിടാരി റോഡരികിലെ മരം സ്കൂൾ കെട്ടിടത്തിലേക്ക് കടപുഴകി വീണത്. മരത്തിന് തൊട്ടടുത്തായി സ്കൂൾ മതിലുള്ളതിനാൽ കെട്ടിടത്തിലേക്ക് വീഴാതെ മതിലിൽ തട്ടി നിന്നു. എങ്കിലും ശിഖരങ്ങൾ മേൽക്കൂരയിലേക്ക് പതിച്ചിരുന്നു. ഉച്ചഭക്ഷണ സമയമായതിനാൽ ഈ സമയം വിദ്യാർത്ഥികളാരും ക്ലാസ്സിലുണ്ടായിരുന്നില്ല. മരം മതിലിൽ തട്ടി നിന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. മേൽക്കൂരയ്ക്ക് കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടില്ല. ഭീമനാടുള്ള ചുമട്ടുതൊഴിലാളികൾ ചേർന്ന് മരം ഉടൻ മുറിച്ചു നീക്കി. സ്കൂൾ പരിസരത്ത് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ബന്ധപ്പെട്ടവരെ പലതവണ അറിയിച്ചിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗവും PTA പ്രസിഡന്റുമായ N അബൂബക്കർ പറഞ്ഞു. കുട്ടികളെ ക്ലാസ്സിൽ ഇല്ലാത്തത് കൊണ്ട് വലിയ അപകടം ഒഴിവായി. ഈ മരങ്ങൾ അപകടാവസ്ഥയിൽ തുടരാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഒരുപാട് നാളുകളായി ഫോറസ്റ്റിലും അതുപോലെ തന്നെ പഞ്ചായത്തിലും ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിട്ടും ഇതുവരെ ഇത്തരത്തിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള യാതൊരു നടപടികളും അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ സോഷ്യൽ ഫോറസ്റ്റിയുടെ ഭാഗത്തുനിന്നാണ് അനാസ്ഥ. ഇവിടെ കിഫ്ബിയുടെ കെട്ടിടത്തിന് വേണ്ടി ഇതുപോലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടി 1 വർഷത്തോളമായി സോഷ്യൽ ഫോറസ്റ്റിയുടെ പുറകെ അലയാൻ തുടങ്ങിയിട്ട്. സ്കൂളിന് ഭീഷണിയായി പരിസരങ്ങളിൽ ഇനിയും വലിയ മരങ്ങളുണ്ടെന്നും ഇവ എത്രയും പെട്ടെന്ന് മുറിച്ചു നീക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നും രക്ഷിതാവായ ജാഫർ ഭീമനാട് പറഞ്ഞു. ഭീമനാട് സ്കൂളിൽ നിറച്ച് മരങ്ങളാണ്. ഇതിൽ കുറേ അപകടാവസ്ഥയിലുള്ള മരങ്ങളുണ്ട്. ആ മരങ്ങളൊക്കെ മുറിച്ച് ഒഴിവാക്കേണ്ടതാണ്. കാലപ്പഴക്കം ചെന്ന കാരണം കുട്ടികൾ കൂടുതലുള്ള പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ജില്ലയിൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളും കൂടിയാണിത്. 1700ഓളം കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇങ്ങനെയൊക്കെയുള്ള മരങ്ങൾ മുറിച്ച് ഒഴിവാക്കേണ്ടതാണ്. ശരിക്കും എന്തുകൊണ്ടോ അധികൃതർ ഇതിന് മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ. വട്ടമ്പലത്ത് നിന്നും അഗ്നിശമന സേനയും സ്കൂളിലെത്തിയിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെ ഉണ്ടായ ശക്തമായ കാറ്റിൽ തെങ്കര ചിറപ്പാടത്ത് പന വീണ് അട്ടപ്പാടി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. അട്ടപ്പാടിയിലേക്കുള്ള വൈദ്യുതി വിതരണവും താറുമാറായി. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമുണ്ടായ കാറ്റിൽ കുമരമ്പത്തൂർ
കാരാപ്പാടം ALP സ്കൂളിന്റെ ശുചിമുറിയുടെ മേൽക്കൂര പാറിപ്പോയി. അട്ടപ്പാടി ചിറപ്പാടത്ത് മരം വീണതിനെ തുടർന്ന് അട്ടപ്പാടി റോഡിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി ലൈനിന് മുകളിലൂടെ പന വീണതിനാൽ വൈദ്യുതി തൂണുകളും മറിഞ്ഞു വീണു. ഇതോടെ അട്ടപ്പാടിയിലേക്കുള്ള വൈദ്യുതി വിതരണവും തകരാറിലായി. അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് റോഡ് ഗതാഗത യോഗ്യമാക്കിയത്. 650 വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാരാപ്പാടം സ്കൂളിന്റെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയാണ് കാറ്റിൽ പറന്നുപോയത്. ഷീറ്റ് ഉറപ്പിച്ച കാലുകളും ഭിത്തിയും തകർന്നു. പ്രവൃത്തി ദിനമല്ലാത്തതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിൽ ഷൊർണൂർ കാരക്കാട് ഇരുമ്പ് വ്യവസായ സ്ഥാപനം തകർന്നു. കത്തി, മടവാൾ, മറ്റ് കാർഷികോപകരണങ്ങൾ എന്നിവ നിർമ്മിക്കുന്ന ശശി എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന സ്ഥാപനമാണ് പൂർണ്ണമായി തകർന്നത്. കെട്ടിടത്തിനകത്തുള്ള മോട്ടോറുകൾ ഉൾപ്പെടെ സാധനങ്ങളെല്ലാം നശിച്ചു. തൊഴിലാളികൾ ഭക്ഷണം കഴിക്കാൻ പോയ സമയമായതിനാൽ വൻ ദുരന്തം ഒഴിവായി. 20 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഷൊർണൂർ നഗരസഭ ചെയർമാനും മറ്റു ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കനത്ത മഴയിലും കാറ്റിലും ചെർപ്പളശ്ശേരിയിൽ തെങ്ങ് വീടിന് മുകളിലേക്ക് കടപുഴകി വീണു. സംഭവ സമയത്ത് വീട്ടിൽ ആരുമില്ലാത്തതിനാൽ അപകടം ഒഴിവായി. തിങ്കളാഴ്ച ഉച്ചയോടെ പെയ്ത ശക്തമായ മഴയിലും കാറ്റിലുമാണ് ചെറുപ്പളശ്ശേരി നഗരസഭയിലെ കുറ്റിക്കോട് 19-ാം വാർഡിലെ പാലാട്ടുപറമ്പിൽ മുഹമ്മദിന്റെ ഓടിട്ട വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണത്. സംഭവ സമയത്ത് വീട്ടിൽ ആരും ഇല്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി. തെങ്ങ് വീണ് വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നിട്ടുണ്ട്. ശബ്ദം കേട്ട് അയൽവാസികൾ ഓടിക്കൂടിയപ്പോഴാണ് വീടിന് മുകളിൽ തെങ്ങ് വീണ് കിടക്കുന്നതായി കാണുന്നത്. തുടർന്ന് ക്രെയിൻ എത്തിച്ച് തെങ്ങ് വീടിന് മുകളിൽ നിന്നും എടുത്തുമാറ്റി. എഴുവന്തല മാരായമംഗലം ഹൈസ്കൂൾ റോഡിൽ ADLP സ്കൂളിന് സമീപം തെങ്ങ് കടപുഴകി വീണു. സമീപത്തെ കള്ളിവളപ്പിൽ രാമചന്ദ്രൻ മാസ്റ്ററുടെ വീടിന്റെ പടിപ്പുരയ്ക്ക് കേടുപാടുകൾ പറ്റി. തെങ്ങ് വൈദ്യുതി കമ്പിയിൽ തടഞ്ഞു നിന്നതിനാൽ കൂടുതൽ അപകടം ഉണ്ടായില്ല. പട്ടാമ്പി തിരുമറ്റക്കോട് BJP പ്രവർത്തകനെ മരവടി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 2 SDPI പ്രവർത്തകർക്ക് 5 വർഷം കഠിന തടവും പിഴയും. ദേശമംഗലം സ്വദേശി കുഞ്ഞുമുഹമ്മദ് എന്ന മുത്തു, തൊഴുപ്പാടം വാഴാലിപ്പാട സ്വദേശി യൂസഫ് എന്നിവർക്കെതിരെയാണ് ശിക്ഷ വിധിച്ചത്. ഒറ്റപ്പാലം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. BJP പ്രവർത്തകനായ തിരുമറ്റക്കോട് കടയങ്കര വളപ്പിൽ വീട്ടിൽ മനോജിനെ സംഘം ചേർന്ന് മാരകായുധമായ മരവടി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതികളായ SDPI പ്രവർത്തകരായ 2 പേർക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും വിധിച്ചത്. കേസിൽ വിചാരണ നേരിട്ട 1ഉം 2ഉം പ്രതികൾക്കാണ് ശിക്ഷ വിധിച്ചത്. ദേശമംഗലം വട്ടപ്പറമ്പിൽ വീട്ടിൽ കുഞ്ഞുമുഹമ്മദ് എന്ന മുത്തു, തൊഴുപ്പാടം വാഴാലിപ്പാടം തോണിക്കടവിൽ യൂസഫ് എന്നിവർക്കെതിരെയാണ് ഒറ്റപ്പാലം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻ കോടതി ജഡ്ജി CG ഘോഷ ശിക്ഷ വിധിച്ചത്. ഗുരുതരമായി അടിച്ചു പരിക്കേൽപ്പിച്ചതിനും തടഞ്ഞു വെച്ചതിനുമാണ് ശിക്ഷ. കേസിലെ 3ാം പ്രതിയായ പള്ളം വയ്യാട്ടുകാവിൽ വീട്ടിൽ ഹാരിസ് ഒളിവിലാണ്. 2018 ഡിസംബർ 21 രാവിലെ 9:15 കേസിനാസ്പദമായ സംഭവം നടന്നത്. തിരുമറ്റക്കോട് വച്ച പ്രതികളായ 3 പേരും ചേർന്ന് മനോജിനെ തടഞ്ഞു നിർത്തി മാരകായുധമായ മരവടി കൊണ്ട് അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നായിരുന്നു കേസ്. സംഭവത്തിനു മുമ്പ് BJP നടത്തിയ ഹർത്താലിൽ പ്രതികൾ മാംസക്കട തുറന്നതിനെ ചൊല്ലി ഇരു കൂട്ടരുമായി ഉണ്ടായ വാക്കുതർക്കമാണ് കൊലപാതക ശ്രമത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന MR അരുൺകുമാർ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയും പിന്നീട് വന്ന സബ് ഇൻസ്പെക്ടർ അനിൽ മാത്യു പ്രതികളുടെ പേരിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. കേസിൽ 19 സാക്ഷികളെ വിസ്തരിക്കുകയും 27 രേഖകളും 1 മുതലും പരിശോധിക്കുകയും ചെയ്തു. കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് PM ജയ ഹാജരായി. ലൈസൺ ഓഫീസർ ASI സുധീർ മൈലാടി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. പ്രതികളെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. AIYF വനിതാ നേതാവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. AIYF പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം ഷാഹിന മണ്ണാർക്കാടിനെയാണ് തിങ്കളാഴ്ച രാവിലെ മണ്ണാർക്കാട് വടക്കുമണ്ണത്തുള്ള വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 30 വയസ്സായിരുന്നു. മണ്ണാർക്കാട് കുമരംപുത്തൂർ എടേരം മൈലങ്ങോട്ടിൽ സാദിഖിന്റെ ഭാര്യയാണ് ഷാഹിന. മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച വൈകിട്ട് വരെ പാർട്ടി ഓഫീസിൽ സജീവമായിരുന്നു ഷാഹിന. AIYF പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവും മണ്ണാർക്കാട് മണ്ഡലം ജോയിന്റ് സെക്രട്ടറിയുമാണ്. അഹമ്മദ്, അഹ്നഫ് എന്നിവർ മക്കളാണ്. പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് പാറക്കണ്ണിയിൽ ഷോക്കേറ്റ് മരിച്ച മുഹമ്മദ് അഷ്റഫിൻ്റെയും മകൻ അമീൻ മുഹമ്മദിൻ്റെയും മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഖബറടക്കി. പിതാവിൻ്റെയും മകൻ്റെയും ഒന്നിച്ചുള്ള മരണം നാടിനെ കണ്ണീരിലാഴ്ത്തി.
ആലിപ്പറമ്പ് പാറക്കണ്ണിയിലെ കൃഷിയിടത്തിലാണ് മുഹമ്മദ് അഷ്റഫും മകൻ അമീൻ മുഹമ്മദും ഷോക്കേറ്റ് മരിച്ചത്. തന്റെ ചേന കൃഷിയിടത്തിൽ പന്നികളുടെ ശല്യം ഒഴിവാക്കാൻ മുഹമ്മദ് അഷ്റഫ് വൈദ്യുതി വേലി സ്ഥാപിച്ചിരുന്നു. ഞായറാഴ്ച രാവിലെ കൃഷിസ്ഥലത്തേക്ക് പോയ പിതാവ് ഉച്ചയായിട്ടും തിരിച്ചുവരാത്തതിനെ തുടർന്ന് മകൻ അമീൻ മുഹമ്മദും മകൾ മുഹസിനയും പിതാവിനെ തിരഞ്ഞ് പാടത്തെത്തുകയായിരുന്നു. പാടത്ത് ഷോക്കേറ്റ് കിടന്നിരുന്ന പിതാവിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അമീൻ മുഹമ്മദിനും ഷോക്കേറ്റു. ഇരുവരെയും നാട്ടുകാർ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ തിങ്കളാഴ്ച ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. 1:30 മണിയോടെ മൃതദേഹങ്ങൾ ആലിപ്പറമ്പ് പാറക്കണ്ണിയിലെ വസതിയിലേക്ക് 2 ആംബുലൻസുകളിലായി കൊണ്ടുവന്നു. ഇവിടെ 1 മണിക്കൂർ പൊതുദർശനത്തിന് വെച്ചു. തോരാതെ മഴ പെയ്തിട്ടും ഇരുവരെയും അവസാനമായി കാണുന്നതിന് സ്ത്രീകൾ ഉൾപ്പെടെ വൻ ജനാവലി പാറക്കണ്ണിയിലെ വീട്ടിലെത്തി. നജീബ് കാന്തപുരം MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ തുടങ്ങിയ ജനപ്രതിനിധികളും നേതാക്കളും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. 3 മണിയോടെ കളപ്പാട്ടുകുഴി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഇരുവരുടെയും മൃതദേഹം ഖബറടക്കി. 2 ഖബറുകൾ തൊട്ടടുത്താണ് ഒരുക്കിയത്. നാടിന് തീരാനോവായി അവർ അവസാന യാത്രയായി. മരണത്തിനും ഒന്നിച്ച സ്നേഹം നിറഞ്ഞ മകനും ബാപ്പയും ഒന്നിച്ച് അന്ത്യവിശ്രമം കൊള്ളും. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഒറ്റപ്പാലത്ത് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടന്ന ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അത് ഭിന്നശേഷിക്കാരുടെ സ്വയം സഹായ സംഘങ്ങൾ എന്ന പദ്ധതിയാണ്. കുടുംബശ്രീ പദ്ധതി എപ്രകാരമാണോ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളുടെ ദൃശ്യതയും സാന്നിധ്യവും ഇടപെടൽ ശേഷിയും തൊഴിൽ സാധ്യതകളുമൊക്കെ വർദ്ധിപ്പിച്ചത്, ആ രൂപത്തിൽ ഭിന്നശേഷി സഹോദരങ്ങളുടെ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ച് അതിലൂടെ വരുമാനദായകമായ തൊഴിൽ സംരംഭങ്ങളിലേക്കടക്കം അവരെ കൈപിടിച്ച് കൊണ്ടുപോകുന്നതിനുള്ള പരിശ്രമമാണ് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ നാം ആരംഭിക്കുന്നത്. ഭിന്നശേഷിക്കാരെ സ്വയം പ്രാപ്തിയിൽ എത്തിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾ എന്ന പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ ഭിന്നശേഷിക്കാർക്ക് ശ്രാവൺ പദ്ധതി പ്രകാരം ശ്രാവണ സഹായികളും ഹസ്തദാനം പദ്ധതി പ്രകാരം 20,000 രൂപയുടെ സ്ഥിര നിക്ഷേപത്തിന്റെ സർട്ടിഫിക്കറ്റും മറ്റു സഹായോപകരണങ്ങളുടെ വിതരണവുമാണ് ഒറ്റപ്പാലം CSN ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. 14 പേർക്ക് ശ്രാവണ സഹായികൾ വിതരണം ചെയ്തു. കൂടാതെ തീവ്ര ഭിന്നശേഷിത്വം ഉള്ള 30 ഗുണഭോക്താക്കൾക്ക് 20,000 രൂപ വീതം ധനസഹായവും 5 ഗുണഭോക്താക്കൾക്ക് മറ്റ് സഹായോപകരണങ്ങളും പരിപാടിയിൽ വിതരണം ചെയ്തു. K പ്രേംകുമാർ MLA അധ്യക്ഷനായി. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ N സൺദേവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി മുഖ്യാതിഥിയായി. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ C അബ്ദുൽ ഖാദർ, നഗരസഭാ വൈസ് ചെയർമാൻ K രാജേഷ്, ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് MV ജയഡാളി, ജില്ലാ കോർഡിനേറ്റർ മൂസ പതിയിൽ തുടങ്ങിയവരും സംസാരിച്ചു. ഷൊർണൂർ മണ്ഡലത്തിൽ റോഡരികിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മുഴുവൻ മരങ്ങളും മുറിച്ചു നീക്കാൻ P മമ്മിക്കുട്ടി MLAയുടെ നിർദ്ദേശം. കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി ചാലുകീറിയ മുഴുവൻ റോഡുകളിലും അടിയന്തരമായി റീസ്റ്റോറേഷൻ പ്രവൃത്തികൾ നടത്താനും MLA നിർദ്ദേശിച്ചു. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച ചേർന്ന ഷൊർണൂർ മണ്ഡലം അവലോകന യോഗത്തിലായിരുന്നു തീരുമാനം. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൻ്റെയും ഭാഗമായാണ് P മമ്മിക്കുട്ടി MLAയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നത്. അരങ്ങനടിയിൽ വെച്ചായിരുന്നു യോഗം. തദ്ദേശ ഭരണ അധ്യക്ഷന്മാർ, വാട്ടർ അതോറിറ്റി, ഫോറസ്റ്റ്, പോലീസ്, KSEB, PWD, ജൽജീവൻ മിഷൻ തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മണ്ഡലത്തിൽ വഴിയോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മുഴുവൻ മരങ്ങളും എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റാനും ജൽജീവൻ, അമൃത് പദ്ധതി തുടങ്ങിയ വിവിധ കുടിവെള്ള പദ്ധതികളുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി ചാലുകീറിയ മുഴുവൻ പഞ്ചായത്ത് റോഡുകളും എത്രയും പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലാക്കാനും മഴക്കെടുതികൾ മൂലം നാശനഷ്ടം സംഭവിച്ച ലൈഫ് മിഷനിൽ ഉൾപ്പെട്ട വീടുകൾക്ക് ലിസ്റ്റിൽ മുൻഗണന നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും അവലോകന യോഗത്തിൽ തീരുമാനമായി. അടിയന്തരമായ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പരിപാടി വരുമ്പോൾ നിങ്ങൾ അതിന് എസ്റ്റിമേറ്റില്ല, AS-ഇല്ല, TS-ഇല്ല, ഒന്നുമില്ലാതെ കാര്യം നടത്തുന്നുണ്ടല്ലോ അടിയന്തര പരിസ്ഥിതിയിൽ. ആ രീതിയിൽ അടിയന്തര പരിസ്ഥിതി വെച്ചുകൊണ്ട് ഈ മരം മുറിച്ച് മാറ്റേണ്ടത് അപകടകരമായ മരം ഏതൊക്കെയാണെന്ന്
ആ അടുത്ത ദിവസം പോയി ജോയിന്റ് ഇൻസ്പെക്ഷൻ ചെയ്യുന്ന കാര്യങ്ങൾ തഹസിൽദാരൻ മുൻകൈയെടുക്കണം. ഹലോ, തഹസിൽദാരൻ മുൻകൈയെടുക്കണം. ADM വേണം. അല്ലാതെ യോഗം കൂടി ചർച്ച ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ മരങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതാണ്. അതിവിടെ കൺവെൻഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ട് പോയി കാര്യങ്ങൾ ചെയ്യണം. എന്ത് തടസ്സമുണ്ടെങ്കിൽ തടസ്സം നമുക്ക് നീക്കാം. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെസ്റ്റോറേഷന്റെ വർക്ക് കുറേ കാലമായി ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന്റെ പ്രയാസങ്ങൾ അവർ പറയും. കരാറുകാരൻ എന്താ വെച്ചാൽ നാട്ടിലും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കണം, പൈസ കിട്ടിയില്ല. അയാൾക്ക് സമയത്തിന് പൈസ വാങ്ങിക്കൊടുക്കാനൊന്നും നമ്മളാരും ഏറ്റിട്ടില്ല. കരാറിന്റെ ഒരു എഗ്രിമെന്റും കണ്ടീഷനും ഉണ്ട്. ആ കണ്ടീഷൻ പ്രകാരം ചെയ്തില്ലെങ്കിൽ കർശനമായി ഇടപെടണ്ടേ. ജൽജീവന്റെ ആദ്യം കൂടെ പൈപ്പിട്ടിട്ടുണ്ട്. പക്ഷെ പൈപ്പിട്ടുള്ള റോഡ് കൊത്തിമുറിച്ചിട്ട് അതിൽ കൂടെ ഓട്ടോറിക്ഷ കൂടി കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയില്ല. നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ കാര്യങ്ങൾ തെറ്റായ രീതിയിൽ ചെയ്യുന്ന അർത്ഥത്തിലല്ല, പക്ഷെ നിങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുന്നില്ല എന്നാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല, പക്ഷേ നമ്മൾ ശരിയായ രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ശരിയായി നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് സ്വയം നമ്മുടെ ആത്മാവിനോട് ചോദിക്കുക. ഇതിനു പുറമെ ചെറുപ്പുളശ്ശേരിയിലും വാണിയംകുളത്തും അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാനും പോലീസിന് MLA നിർദ്ദേശം നൽകി. അതുകൊണ്ട് പോലീസ് പോയിന്റുകളിൽ പോലീസ് വന്നാൽ രാവിലെയും അതുപോലെ തന്നെ 12 മണിയാണ് കഴിഞ്ഞാൽ വൈകുന്നേരം. കാരണം വെച്ചാൽ റോഡ് നടന്നുകൊണ്ട് പല ഭാഗത്തും വരുന്ന റോഡുകളിൽ ചേരുന്ന വാഹനങ്ങളൊക്കെ ഒരു വല്ലാത്തൊരു പ്രയാസം കാണുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നിങ്ങൾ ചർച്ച ചെയ്തിരുന്നു, എല്ലാ യോഗത്തിലും ചർച്ച ചെയ്തു. അപ്പൊ തൽക്കാലം പണി ഇപ്പോ ഓഗസ്റ്റ് 19 തൽക്കാലം അതിന്റെ പണി പൂർത്തിയാക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഭയങ്കരമായിട്ട് ഈ ട്രാഫിക് ബ്ലോക്ക് വരുന്ന സ്ഥിതിയുണ്ട്. ഇവിടെ ഇപ്പൊ ഒറ്റപ്പാലത്തിന്റെ ഭാഗമായിട്ട് പറയണ്ടേ, പണിമുളം ചെന്നത് ഒന്ന് ശ്രദ്ധിക്കണം. സാധാരണഗതിയിൽ ചന്ത ദിവസം പോകാനേ പറ്റും, മനസ്സിലായി. ചന്ത അല്ലാത്ത ദിവസം അവിടെ പ്രശ്നങ്ങളുണ്ട്. പണിമുളം ടൗണുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിന്റെ പ്രവൃത്തി വരുന്നുള്ളൂ. അവിടെ ഇവിടുത്തെ തന്നെ പോലീസ് എടുത്തിട്ടുള്ളൂ. പണിമുളം സെന്റർ മാർക്കേണ്ടതാണ്. പണിമുളം സെന്റർ മാത്രമല്ല, ഈ പണിമുളം മൊത്തമുളം ഈ പൊതുകുറിച്ച് എഴുതുന്ന ജംഗ്ഷൻ പിന്നെ അങ്ങോട്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് വളരെ പുതുതായിട്ട് വന്നാണ് വളരെ ശ്വാസം ഈ മാന്യങ്ങളും സെന്ററിലെ പ്രശ്നങ്ങളുടെ വാഹനത്തിന്റെ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളുണ്ട്. ചെർപ്പളശ്ശേരിയിലെ അംഗപരിമിതർക്ക് നഗരസഭയുടെ കൈത്താങ്ങൽ. നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗപരിമിതർക്ക് അധിക ചക്രം ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണം ചെയ്തു. പി മമ്മിക്കുട്ടി MLA ആദ്യഘട്ട വിതരണോദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ ചേർത്തു നിർത്തി അവരുടെ അടിസ്ഥാന ജീവിതമാർഗങ്ങൾ പരിപോഷിപ്പിക്കുക, അധ്വാനശേഷി നിലനിൽക്കുന്ന എല്ലാവർക്കും അത് പ്രാവർത്തികമാക്കാനുള്ള തുറകൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെറുപ്പളശ്ശേരി നഗരസഭ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗപരിമിതർക്ക് അധിക ചക്രം ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണം ചെയ്തത്. തിങ്കളാഴ്ച നടന്ന ചടങ്ങിൽ പി മമ്മിക്കുട്ടി MLA പദ്ധതിയുടെ ആദ്യഘട്ട വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേരള ഗവൺമെൻറ്റിൻ്റെ സാമൂഹ്യ നീതി വകുപ്പിൻ്റെയും എല്ലാം നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതി തയ്യാറാക്കുമ്പോൾ ചെർപ്പളശ്ശേരി മുനിസിപ്പാലിറ്റി ഈ വിഭാഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മറ്റ് സാധാരണ ആളുകൾ സഞ്ചരിക്കുന്ന പോലെ, യാത്ര ചെയ്യുന്ന പോലെ, തൊഴിലെടുക്കുന്ന പോലെ മറ്റാരുടെയും പിന്നിലല്ല തങ്ങൾ എന്ന് അവരെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയാണ് ഈ അംഗപരിമിതർക്കുള്ള അധിക ചക്ര വാഹനങ്ങളുടെ വിതരണ പദ്ധതി അവരുടെ 23-24 പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നഗരസഭയിലെ വിവിധ ഡിവിഷനുകളിൽ നിന്നും ലഭിച്ച അപേക്ഷകൾ പരിശോധിച്ച് അർഹരായ 5 പേർക്കാണ് ആദ്യഘട്ടത്തിൽ സ്കൂട്ടറുകൾ വിതരണം ചെയ്തത്. ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സി കമലം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KT പ്രമീല, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ VP ഷമീജ്, K മിനി, VT സാദിഖ് ഹുസൈൻ, സഫ്ന പാറക്കൽ, കൗൺസിലർമാരായ KM ഇസ്ഹാഖ്, അബ്ദുൽ ഗഫൂർ, ICDS സൂപ്പർവൈസർ മിനി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. വനിതകൾക്ക് ആധുനിക വ്യായാമ മുറകൾക്ക് അവസരമൊരുക്കി. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൻ്റെയും പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെയും സംയുക്ത പദ്ധതിയിൽ ജിംനേഷ്യം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ ജിംനേഷ്യം ഉദ്ഘാടനം ചെയ്തു. വ്യായാമത്തിന്റെ അഭാവം വനിതകളിൽ രോഗങ്ങൾ സൃഷ്ടിക്കുന്ന പശ്ചാത്തലത്തിലാണ് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൻ്റെയും പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെയും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ ചെലവിൽ നാട്ടുകൽ അണ്ണാൻതൊടിയിലെ CH ഹാളിൽ വനിതാ ജിംനേഷ്യം ആരംഭിച്ചത്.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബിനുമോൾ ജിംനേഷ്യം ഉദ്ഘാടനം ചെയ്തു. കാലത്തിനനുസൃതമായ മാറ്റം വരുമ്പോൾ അതുപോലെ നമ്മൾ ജീവിക്കുകയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കുമ്പോൾ ഇത്തരം ആധുനിക സങ്കേതങ്ങൾ എങ്ങനെയാണ് സ്ത്രീകൾക്ക് പരിചയപ്പെടുത്തുക, അതാണ് ജില്ലാ പഞ്ചായത്ത് ആലോചിച്ചത് അല്ലേ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ M മെഹർബാൻ, ഗഫൂർ കൊൽക്കളത്തിൽ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ CP സുബേർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KP ബുഷ്ര, തങ്കം മഞ്ചാടിക്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AK വിനോദ്, EM നവാസ്, MC രമേഷ്, MC രമണി, KP ഇല്യാസ്, P രാധാകൃഷ്ണൻ, PM ബിന്ദു, PT സഫിയ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണാർക്കാട് തെങ്കര പഞ്ചായത്തിലെ തത്തേങ്ങലത്ത് റബ്ബറിന്റെ ഒട്ടുപാൽ മുതൽ വീടിന്റെ ഗേറ്റ് വരെ മോഷണം. ആളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ചാണ് മോഷണം നടക്കുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ. റബ്ബർ ഷീറ്റ്, ഒട്ടുപാൽ, വാഴക്കുല, കുളത്തിലെ മീൻ, കിണറിലെ മോട്ടർ, വീടുകളുടെ ഗേറ്റ് എന്നുവേണ്ട എന്തും തത്തേങ്ങലത്തു നിന്ന് മോഷണം പോകും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തത്തേങ്ങലത്തുകാരുടെ അനുഭവമാണിത്. വഴിപ്പറമ്പൻ ബഷീറിന്റെ ഫാമിലെ കിണറിൽ വെച്ചിരുന്ന മോട്ടർ കഴിഞ്ഞ ദിവസമാണ് മോഷണം പോയത്. കൈപ്പങ്ങാണി സുബിയുടെ വീടിന്റെ ഗേറ്റിളക്കി കൊണ്ടുപോയി. കുറ്റിപ്പുറം സ്വദേശികളുടെ തോട്ടത്തിന്റെ ഗേറ്റുകളും മോഷണം പോയി. എടക്കുടി രവിയുടെ കുളത്തിൽ വളർത്തിയിരുന്ന മീനുകളെയും മോഷ്ടിച്ചു. ഡോക്ടർ ഹാരിസ്, ജയൻ തൃക്കമ്പറ്റ എന്നിവരുടെ തോട്ടത്തിലെ ഒട്ടുപാലും വഴിപ്പറമ്പൻ ഷൗക്കത്തിന്റെ റബ്ബർ ഷീറ്റും മോഷണം പോയി. പ്രദേശത്തുകാരെ നന്നായി അറിയുന്നവരാണ് മോഷ്ടാക്കളെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആളില്ലാത്ത വീടുകൾ കൃത്യമായി മനസ്സിലാക്കിയാണ് മോഷണം. ഈ തത്തേങ്ങലം ഭാഗത്ത്, മണ്ണാർക്കാട് തത്തേങ്ങലം ഭാഗത്ത് ഇപ്പോൾ ജനങ്ങൾ ഒരുപാട് അടങ്ങാറായി നിൽക്കുകയാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഓരോരുത്തർ കട്ടുകൊണ്ടിരിക്കുക. ആദ്യമൊക്കെ ഈ അടക്ക മറ്റേ വാഴക്കുലയ്ക്ക് കൊണ്ടുവരുന്നത്, അപ്പം അങ്ങനെയല്ല. ഇപ്പോൾ റബ്ബർ സീറ്റ്, ഒട്ടുപാല് ഇങ്ങനെയുള്ളതൊക്കെ കട്ടുകൊണ്ടുപോവുക. അതേമാതിരി മറ്റേ വീട്ടിൽ അന്ന് താമസിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നോക്കുക, എന്നിട്ട് അവർ മോട്ടറുകൾ കട്ടുകൊണ്ടുപോവുക. അവിടെ കുറേ മോട്ടറുകൾ കട്ടുകൊണ്ടുപോയി. പിന്നെ അതേമാതിരി തന്നെ വീടിൻ്റെ ഗേറ്റുകൾ, ഒഴിഞ്ഞ ഗേറ്റുകൾ ആരെയും താമസിക്കാത്തവരെ രാത്രി വന്നിട്ട് ഗേറ്റ് പോയിക്ക് കൊണ്ടുപോവുക. ഇങ്ങനെയുള്ള പരിപാടികൾ. ഇപ്പം എൻ്റെ ഫാമിൽ നിന്ന് എൻ്റെ മോട്ടർ കളവ് പോയി. അവർ പൈപ്പ് രണ്ടും മുറിച്ചിട്ട് ലൈൻ വയറും കട്ട് ചെയ്തിട്ട് അവർ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഓരോ വീട്ടിൽ നിന്ന് ഇപ്പോൾ കൈതച്ചറിന് മോട്ടർ കൊണ്ടുപോയിട്ട് ഇപ്പോൾ പോലീസ് പിടിച്ചു എന്ന് പറയുന്ന കേട്ടു. അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം കൃഷിക്കാരെ പടങ്ങാറായിരിക്കണത് ഈ കള്ളന്മാരെയും കൊണ്ട്. അപ്പം ഞങ്ങൾ പോലീസിൽ ഇപ്പോൾ എല്ലാവരും പോയി കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ നോക്കാം, അന്വേഷിക്കാന്നൊക്കെ പറയാന്നല്ലാതെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കള്ളന്മാരാണ് ഇപ്പൊ ഈ പരിസരത്തുള്ളതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ജനങ്ങളിങ്ങനെ ഓരോ സാഹചര്യങ്ങൾ പറയണ ഇവിടെ തന്നെ ഉള്ളവരാണ്, പുറത്തുനിന്ന് ആരും ഇതിന് വരുന്നില്ല എന്നൊക്കെ പറയണത്. അപ്പൊ അത് ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കുന്ന ഉറപ്പാണ്. കാരണം അത് കുറെ കാലമായിട്ട് ഉള്ളതാണ് ഇപ്പൊ. അപ്പൊ അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതൊരു അന്വേഷണം ഊർജിതമായി വേണമെന്നാണ് ഞങ്ങൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. മോഷ്ടാക്കളെ കൊണ്ട് നാട്ടുകാർ വലിയ കഷ്ടത്തിലാണെന്ന് പ്രദേശവാസികൾ. 60 കിലോ ഒട്ടുപോലെ പോയി. അത് 2 ദിവസമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അടച്ചിട്ട ഗേറ്റുകൾ പോവാച്ചാൽ ഒട്ടുപാലും എന്ത് സേഫ്റ്റി ഉള്ളത്? അടച്ചിട്ട റൂമിൽ നിന്നാണ് ഇവർ കൊണ്ടുപോകുന്നത്. പിന്നെ ആരിസ് ഡോക്ടർ ഒട്ടുപാല് പോയിക്കണു. അങ്ങനെ പല ആൾക്കാരെയും ഒട്ടുപാലും ഷീറ്റും പോവാണ്. മോട്ടോർ പേരെയും കാര്യങ്ങളൊക്കെ തുറന്നിട്ടാണ് പോണത്. അപ്പോൾ എന്തായാലും അത്യാവശ്യമായിട്ട് ഇവർ പിടിക്കേണ്ട അത്യാവശ്യമാണ്. തകർന്നു കിടക്കുന്ന പെരിന്തൽമണ്ണ പുലാമന്തോൾ റോഡിലെ കുഴികൾ താൽക്കാലികമായി അടച്ചു തുടങ്ങി. നജീബ് കാന്തപുരം MLA പദ്ധതികൾ നടക്കുന്ന സ്ഥലം സന്ദർശിച്ചു. തകർന്ന് കുണ്ടും കുഴിയും നിറഞ്ഞ പെരിന്തൽമണ്ണ പുലാമന്തോൾ റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. ഈ റോഡിലൂടെയുള്ള ഗതാഗതം ഇപ്പോൾ ദുസ്സഹമാണ്. ഇതിന് താൽക്കാലിക പരിഹാരമായി റോഡിലെ കുഴികൾ താൽക്കാലികമായി അടയ്ക്കുന്ന പ്രവൃത്തികൾ തിങ്കളാഴ്ച ആരംഭിച്ചു. നജീബ് കാന്തപുരം MLA പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലം സന്ദർശിച്ചു. പുലാമന്തോളിനും പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് ജംഗ്ഷനും ഇടയിൽ വലിയ കുഴികളും ഗർത്തങ്ങളും രൂപാന്തരപ്പെട്ട ഭാഗങ്ങളിലാണ് താൽക്കാലികമായി കുഴികൾ അടയ്ക്കുന്നത്. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയുടെ ഭാഗമായ പുലാമന്തോൾ മേലാറ്റൂർ റോഡ് പെരിന്തൽമണ്ണ നഗരത്തിലൂടെയാണ് പോകുന്നത്. 31 കിലോമീറ്റർ വരുന്ന റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ 4 വർഷം മുമ്പ് ആരംഭിച്ചതാണ്. എന്നാൽ ഇതുവരെയും പദ്ധതി പൂർത്തിയാക്കാനായിട്ടില്ല. എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം 2.0 പദ്ധതി ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്നതിന് മുന്നോടിയായി പ്രാഥമിക ആലോചനാ യോഗം ചേർന്നു. കെ പ്രേംകുമാർ MLA അധ്യക്ഷനായി. കേരള നോളേജ് എക്കണോമി മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം 2.0 പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലം നിയോജക മണ്ഡലവുമായി സഹകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കും തൊഴിൽ മേളകൾക്കും മുന്നോടിയായുള്ള നടപ്പാക്കുന്നതിൻ്റെ പ്രാഥമിക ആലോചന യോഗമാണ് നടന്നത്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. KKEM ഡയറക്ടർ ഡോക്ടർ P. ശ്രീകല പദ്ധതി വിശദീകരണം നടത്തി. നോളജ് ഇക്കോണമി മിഷൻ എന്ന പദ്ധതിയാണ്
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി തീർത്ത അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഒന്നാമതായി സൂചിപ്പിക്കുന്നത് ഈ പദ്ധതിയെ കുറിച്ചാണ്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇതിനോടകം ഈ പദ്ധതിയെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം. ആത്യന്തികമായി ഈ പദ്ധതി ലക്ഷ്യമാക്കുന്നത് കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റുക എന്നതാണ്. 2026 കേരളത്തിലെ അഭ്യസ്തവിദ്യരായ 20 ലക്ഷം തൊഴിൽ അന്വേഷണർക്ക് നൈപുണ്യ പരിശീലനം നൽകി സ്വകാര്യ മേഖലയിൽ വിജ്ഞാപന തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കെ പ്രേംകുമാർ MLA യോഗത്തിൽ അധ്യക്ഷനായി. KKEM റീജിയണൽ പ്രോഗ്രാം മാനേജർ MA സുമി, DPM AG ഫൈസൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, മറ്റ് തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും ഫർണിച്ചർ കൈമാറ്റവും നടന്നു. മുഹമ്മദ് മൂസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഹൈസ്കൂള് പരീക്ഷയും കൂടി കഴിഞ്ഞപ്പോൾ 100% വിജയത്തിലേക്ക് കടന്നു. ഹയർ സെക്കൻഡറിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും നമ്മൾ വിചാരിച്ച അത്ര വിജയം കിട്ടിയിട്ടില്ലെങ്കിലും വലിയ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വരുന്ന വർഷങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ടുകൾ ഉണ്ടാകും എന്നതിൽ സംശയമില്ല. ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടിയടത്തോൾ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A. സാബർ ടീച്ചർ ഫർണിച്ചർ കൈമാറ്റം നടത്തി. കുലിക്കലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. രമണി, PTA പ്രസിഡന്റ് PP വിനോദ് കുമാർ, SMC ചെയർമാൻ TK സാജിദ്, PTA വൈസ് പ്രസിഡന്റ് TK അബ്ദുൾ ഷുക്കൂർ, കൊപ്പം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് അസ്ലം MT, ഹരിദേവൻ K, നിസാർ ആലം, അക്ബർ കുടുംബിനി, NP ഷാഹുൽ ഹമീദ്, T ഷാജി, P അബ്ദുൽ നാസർ, C റോജ, പ്രധാനാധ്യാപിക KT ജലജ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് ഉമ്മർ C എന്നിവർ സംസാരിച്ചു. മണ്ണാർക്കാട് നഗരസഭയിലെ 13, 14 വാർഡുകളിൽ SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയവരെ വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കൗൺസിലർമാരായ ഇബ്രാഹിം, ഖൈറുന്നീസ എന്നിവരുടെ നേതൃത്വത്തിൽ നേട്ടം 2024 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മണ്ണാർക്കാട് ആണ്ടിപ്പാടത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ 13, 14 വാർഡുകളിലെ SSLC, +2, LSS, USS വിജയികളെയും പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ കരസ്ഥമാക്കിയ മണ്ണാർക്കാട് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അമ്പിളിയെയും ആദരിച്ചു. ചടങ്ങ് സാംസ്കാരിക പ്രവർത്തകൻ KPS പയ്യനടം ഉദ്ഘാടനം ചെയ്തു. 10ഉം +2ഉം പൂർത്തിയാക്കിയവർ ഇഷ്ടമുള്ളതും പഠിക്കാൻ കഴിയുന്നതുമായ വിഷയം തിരഞ്ഞെടുക്കുന്നതാണ് ബുദ്ധിയെന്ന് KPS പയ്യനടം പറഞ്ഞു. ഇതുവരെയുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 1ാം ക്ലാസ്സിൽ ചേർന്നാൽ അങ്ങനെ 10ാം ക്ലാസ് വരെ, 12ാം ക്ലാസ് വരെ, 10ാം ക്ലാസ് വരെ എന്തായാലും ഒരേപോലെ ഇങ്ങനെ പോകും. അവിടെ നമ്മൾ ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും കുറേ കാര്യങ്ങൾ പഠിക്കണം. എല്ലാവർക്കും ഒരേ സിലബസ്, ഒരേ പാഠപുസ്തകങ്ങളാണ്. അത് പഠിച്ചിട്ടാണ് നമ്മൾ 10ാം ക്ലാസ് കഴിയുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു സൗകര്യമുണ്ട്, ഇഷ്ടമുള്ളത് പഠിച്ചാൽ മതി. +2, +1 കടക്കുമ്പോൾ തന്നെ നമുക്കൊരു സെലക്ഷൻ അവിടെ സാധ്യമാണ്. നിങ്ങൾക്ക് ഏത് വിഷയത്തോടാണ് ആഭിമുഖ്യം എന്നുണ്ടെങ്കിൽ അത് പഠിക്കാനുള്ള, തിരഞ്ഞെടുക്കാനുള്ള ഒരു സൗകര്യം +1 കടക്കുമ്പോൾ കിട്ടുകയാണ്. ഇതൊരു സുപ്രധാനമായ ഘട്ടവുമാണ്. നഗരസഭാ കൗൺസിലർ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ ഖൈറുന്നീസ, TR സെബാസ്റ്റ്യൻ, K മൻസൂർ, P ഖദീജ, നഗരസഭാ സെക്രട്ടറി M സതീഷ് കുമാർ, സജ്ലി ഫിൻകോർപ്പ് MD സജി എന്നിവർ സംസാരിച്ചു. എഴുവന്തല ഉണ്ണികൃഷ്ണൻ അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ 5ാമത് സാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സ്പെഷ്യൽ ജൂറി പുരസ്കാരം ഉൾപ്പെടെ 6 പേർക്കാണ് ഇത്തവണ പുരസ്കാരം നൽകുന്നത്. വള്ളുവനാടിന്റെ സാഹിത്യകാരനായിരുന്ന എഴുവന്തല ഉണ്ണികൃഷ്ണന്റെ പേരിൽ അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ 5ാമത് സാഹിത്യ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. പ്രൊഫസർ സതീഷ് പോൾ, മാധവൻ പുറച്ചേരി എന്നിവരാണ് സാഹിത്യ പുരസ്കാരത്തിന് അർഹരായതെന്ന് സമിതി ചെയർമാൻ TP ഹരിദാസൻ, കൺവീനർ ബിജുമോൻ പന്തിരുകുലം, ജൂറി ചെയർമാൻ മോഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരി എന്നിവർ അറിയിച്ചു. ആര്യാട് സനൽകുമാർ, വാസു അരീക്കോട്, മോഹൻ ചരപ്പറമ്പിൽ, ഓമന T കരിമ്പുഴ എന്നിവർ സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിനും അർഹത നേടി. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ആഗസ്റ്റ് 12 രാവിലെ ചെറുപ്പശ്ശേരി ശാരദാംബ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സാഹിത്യ സമ്മേളനത്തിൽ വെച്ച് സമ്മാനിക്കും. ഒരു ഇടവേള കൂടി. മറ്റു വാർത്തകൾ.
പട്ടാമ്പി ഭാരതപ്പുഴയിലെ സ്ഥിരം തടയണ നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ പുഴയോരം ഇടിഞ്ഞ് ദുരിതത്തിലായിരിക്കുകയാണ് ഞാങ്ങാട്ടിരി സ്വദേശി മോഹൻദാസ്. പുഴയിൽ ഒഴുക്ക് കൂടിയതോടെ മോഹൻദാസിൻ്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലം പുഴയിലേക്ക് ഇടിഞ്ഞു വീഴാൻ തുടങ്ങി. സ്ഥലം പുഴയെടുക്കുമോ എന്ന ആശങ്കയിലാണ് മോഹൻദാസ്. പട്ടാമ്പി ഭാരതപ്പുഴയിലെ ഞാങ്ങാട്ടിരി, കീഴായൂർ, നമ്പറം പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചാണ് പുഴയിൽ കഴിഞ്ഞ വേനലിൽ തടയണ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ മഴ തുടങ്ങിയതോടെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചു. തടയണയുടെ അവസാന ഭാഗമായ ഞാങ്ങാട്ടിരി ഭാഗത്ത് പുഴയോരത്തിനോട് ചേർന്ന് കോൺക്രീറ്റ് ചെയ്യാനായി കുഴിയെടുത്തിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിനോട് ചേർന്നാണ് ഇതിന്റെ പ്രവൃത്തികൾ നടത്തിയത്. എന്നാൽ ഈ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ പുഴയിൽ ശക്തമായ കുത്തൊഴുക്ക് ആരംഭിച്ചതോടെ ഈ ഭാഗത്ത് പുഴയോരം ഇടിയുവാൻ തുടങ്ങി. ഞാങ്ങാട്ടിരി കോവിലകം വീട്ടിൽ മോഹൻദാസിന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലം ഇപ്പോൾ പുഴയിലേക്ക് ഇടിഞ്ഞു വീഴുകയാണ്. മാത്രമല്ല, വളപ്പിലെ തെങ്ങ്, മാവ്, കവുങ്ങ് ഉൾപ്പെടെയുള്ളവയും ഇതിനകം പുഴയിലേക്ക് നിലം പതിച്ചു. കൂടുതൽ ഭൂമി പുഴയിലേക്ക് ഇടിയുമെന്ന ആശങ്കയിലാണ് മോഹൻദാസും കുടുംബവും. കഴിഞ്ഞ വേനലിന് അവർ 8 മീറ്റർ താഴ്ചയിൽ ഉടനീളം അവർ ട്രഞ്ച് കയറി ചുമര് നേരെ മണ്ണ് വെട്ടി വെർട്ടിക്കലി ആയിട്ട് നിർത്തിയിരുന്നു. അത് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം മഴക്കാലം വരെ ആ പണി ചെയ്യാണ്ട് അങ്ങനെ വെച്ചു. മഴക്കാലത്തിൻ്റെ തൊട്ടുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി 2 പ്രാവശ്യം ഷൊർണൂർ അവരുടെ ഓഫീസിൽ പോവുകയും AXCനെയും AEയും നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തിട്ടും ചെയ്യാമെന്നല്ലാണ്ട് അവരൊന്നും ചെയ്തു തന്നിട്ടില്ല. അവർക്ക് കോൺട്രാക്ടർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മാസ് വോളിയം കിട്ടുന്ന വർക്കുകൾ മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി ഫലമാണ് ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മഴ തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, മഴ തുടരുന്ന ഉറപ്പാണ്, ഇനിയിപ്പോൾ വീണതിന് പുറമെ ആ പുഴവക്കത്തുള്ള 6 തെങ്ങും മറ്റ് പല വൃക്ഷങ്ങളും ഒക്കെ പോയിക്കൊണ്ടേയിരിക്കും. സ്ഥലവും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു മാവ്, ഒരു പ്ലാവ്, 2 തെങ്ങ്, 5 കവുങ്ങ്, ഇത്രയും പോയി. അടുത്ത് തന്നെ പമ്പ് ഹൗസ് പോവും. ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് പട്ടാമ്പി തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് മോഹൻദാസ് പരാതി നൽകിയിട്ടുണ്ട്. അനുകൂലമായ നടപടി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. ശ്രീകൃഷ്ണപുരം TKD സ്മാരക പൊതുജന വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വയോജന സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. സംഗീത ശില്പം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി സാഹിത്യകാരൻ ശ്രീകൃഷ്ണപുരം മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. VN കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ PP വിജയകുമാർ, BP ദേവസി, VK രാധാകൃഷ്ണൻ, M കുട്ടികൃഷ്ണൻ, N വാസുദേവൻ, T കൃഷ്ണഗുപ്തൻ, K വിദ്യാധരൻ, P ഗോപാലകൃഷ്ണൻ, K രാമൻ നമ്പൂതിരി, C എസ് ശങ്കരനാരായണൻ, P കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. കരിമ്പുഴ കോട്ടപ്പുറം ഹെലൻ കെല്ലർ സ്കൂളിൽ ചാന്ദ്രദിനാചരണത്തിന്റെ ഭാഗമായി വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചു. ചാന്ദ്രദിനാഘോഷം ചെർപ്പശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ E രാജൻ ഉദ്ഘാടനം ചെയ്തു. മിസ്റ്ററി ഡോംസ് എന്ന സ്ഥാപനത്തിന്റെ മൊബൈൽ പ്ലാനറ്റോറിയം സ്കൂളിലെത്തിച്ച് കുട്ടികൾക്ക് ഗ്രഹങ്ങളെക്കുറിച്ചും ആകാശഗംഗ, സൗരയുദ്ധം എന്നിവയെക്കുറിച്ചുമൊക്കെ പഠിക്കാൻ അവസരം നൽകിയാണ് ഇത്തവണ കോട്ടപ്പുറം ഹെലൻ കെല്ലർ സ്കൂൾ ചാന്ദ്രദിനം ആഘോഷിച്ചത്. സ്കൂളിൽ തയ്യാറാക്കിയ ചെറിയ നക്ഷത്ര ബംഗ്ലാവിൽ ഇരുന്ന് കാഴ്ചപരിമിതരായ കുട്ടികൾ അധ്യാപകരുടെയും പശ്ചാത്തല വിവരണത്തിന്റെയും സഹായത്തോടെ അനന്തവിഹായസിലെ അത്ഭുത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. സമീപത്തുള്ള വിദ്യാലയമായ കരിമ്പുഴ AMLP സ്കൂളിലെ 300ഓളം കുട്ടികളും നക്ഷത്ര ബംഗ്ലാവിൽ സന്ദർശിക്കാനെത്തി. ആകെ 12 പ്രദർശനങ്ങളാണ് നടന്നത്. ചാന്ദ്രദിനാഘോഷം ചെറുപ്പശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ E രാജൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. BPC NP പ്രിയേഷ് മുഖ്യാതിഥിയായിരുന്നു. മിസ്റ്ററി ഡോം പ്ലാനറ്റോറിയം മാനേജർ KM മുഹമ്മദ് റാഫി, കരിമ്പുഴ AMLP സ്കൂൾ പ്രധാനാധ്യാപിക ദീപ KC, സീനിയർ അസിസ്റ്റന്റ് ബിജു RT, കിരൺകുമാർ VB, ശാസ്ത്രാധ്യാപകൻ ക്ലിന്റ് മാത്യു എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ 10ാം വാർഡിൽ താൽക്കാലിക ഷെഡിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിന്റെ ടോയ്ലറ്റ് വേണമെന്ന ആവശ്യം നിറവേറ്റി വാട്സപ്പ് കൂട്ടായ്മ. ശ്രീകൃഷ്ണപുരം SHO M ഷാക്കീർ ടോയ്ലറ്റ് കുടുംബത്തിന് സമർപ്പിച്ചു. ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഉപകാരമായിരുന്നു എന്ന കുടുംബത്തിന്റെ ആവശ്യമാണ് ശ്രീകൃഷ്ണപുരം നാടിന്റെ നന്മ വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്നും, കൂടാതെ ശ്രീകൃഷ്ണപുരം വാർഡ് 8 വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്നും, പാർത്തല ടോപ്പ് സ്റ്റാർ ബ്രദേഴ്സ് വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്നുമായി ഏകദേശം 60-ൽ പരം മനുഷ്യസ്നേഹികൾ നൽകിയ ചെറുതും വലുതുമായ സഹായങ്ങൾ കൊണ്ട് നിറവേറ്റിയത്. പ്രവർത്തനങ്ങൾക്ക് രാജേഷ് പാർത്തല നേതൃത്വം നൽകി. താൽക്കാലിക ഷെഡിൽ താമസിക്കുന്ന ഒരു കുടുംബമായിരുന്നു മുരളി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം നമ്മളെ കാണാൻ വന്നിരുന്നു. ഈ
ഈ അവസ്ഥ ഒന്ന് വന്ന് കാണണം, പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഒന്ന് വന്ന് കാണണം പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് കണ്ടപ്പോൾ വളരെ ദയനീയം തോന്നി അവരുടെ അവസ്ഥ. ഈ സ്ഥലം അവർക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടിയതാണ്, ലൈഫ് മിഷനിലോ ആ പദ്ധതി പ്രകാരത്താണ്. അപ്പോൾ അതിൽ വീടും ഏകദേശം കിട്ടാൻ അർഹത ഉണ്ട്. അപ്പോൾ വീടും സ്ഥലം കൂടിയാണ് പാസ്സായിട്ടുള്ളത്. പക്ഷേ അതിന് ഏകദേശം 2 വർഷത്തോളം കാലാവധി വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നപ്പോൾ ഇവർക്ക് ആകെ അവർ പറയുന്ന ഈ ഒരു പ്രാഥമിക കാര്യങ്ങൾക്കുള്ളൊരു ബുദ്ധിമുട്ട് വളരെ വലുതാണെന്ന് അറിയിച്ചു. നമുക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം ഭാര്യയും 2 കുട്ടികളും ഒത്തൊരു കുടുംബമായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഇന്ന് വലിയൊരു കഷ്ടമാണ്. അപ്പോൾ അങ്ങനെ തോന്നി നമ്മളൊരു വാട്സപ്പ് കൂട്ടായ്മ, നമ്മുടെ ശ്രീസ്വരം നാടിൻ്റെ നന്മ വാട്സപ്പ് കൂട്ടായ്മയിൽ ഈ കാര്യങ്ങൾ അറിയിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രീസ്വരം പഞ്ചായത്തിലെ വാർഡ് 8 ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലുള്ള ആളുകളും അതുപോലെ തന്നെ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കുലുക്കലൂർ വെള്ളാഞ്ചേരി ശിവക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം, തൃക്കാല പൂജ, ഭഗവത് സേവ, കാര്യസിദ്ധി പൂജ, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ചേറമ്പറ്റ മണികണ്ഠൻ ഭട്ടതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. തിങ്കളാഴ്ച ഉച്ചയോടെ വീശിയടിച്ച കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. നിരവധി സ്ഥലത്ത് മരങ്ങൾ കടപുഴകി വീണു. ഷൊർണൂരിൽ വ്യവസായ സ്ഥാപനത്തിന്റെ മേൽക്കൂര നിലംപൊത്തി. തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു. പട്ടാമ്പി തിരുമറ്റക്കോട് BJP പ്രവർത്തകനെ മരവടി കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ 2 SDPI പ്രവർത്തകർക്ക് 5 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ച് ഒറ്റപ്പാലം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി. ദേശമംഗലം സ്വദേശി കുഞ്ഞു മുഹമ്മദ്, വാഴാലിപ്പാടം സ്വദേശി യൂസഫ് എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചത്. മണ്ണാർക്കാട് തത്തേങ്ങലത്ത് കണ്ടതെല്ലാം മോഷ്ടിച്ച് കള്ളന്മാർ. റബ്ബറിന്റെ പാൽ മുതൽ വീടിന്റെ ഗേറ്റ് വരെ മോഷണം പോയതായി നാട്ടുകാർ. ആളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ചാണ് മോഷണം. ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന മന്ത്രി ആർ ബിന്ദു. ഇവർക്കായി സ്വയം സഹായ സംഘങ്ങൾ ആരംഭിക്കുമെന്നും മന്ത്രി. AYF ജില്ലാ നേതാവ് ഷാഹിന മണ്ണാർക്കാടിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. ആലിപ്പറമ്പിൽ ഷോക്കേറ്റ് മരിച്ച പിതാവിൻ്റെയും മകൻ്റെയും മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഖബറടക്കി. ഷൊർണൂർ മണ്ഡലത്തിൽ റോഡരികിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മുഴുവൻ മരങ്ങളും മുറിച്ചു മാറ്റാൻ നിർദ്ദേശം നൽകി പി മമ്മിക്കുട്ടി MLA. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ അവലോകന യോഗം ചേർന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.